അവന്റെ വീടിന് സമീപത്ത് ഇത്തരത്തിൽ രണ്ടാമത്തെ നവജാത ശിശുവിൻ്റെ മൃതദേഹം അത് അവിടെ കുഴിച്ചിട്ടു എന്നാണ് നൽകിയിരിക്കുന്ന മൊഴി. അതിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. ഈ കുഞ്ഞ് ജനിച്ചുടൻ കരഞ്ഞു, അപ്പോൾ വായ പൊത്തിപ്പിടിച്ചു, അങ്ങനെ കുഞ്ഞു മരിച്ചു എന്നവർ മൊഴി നൽകിയിട്ടുണ്ട്. റൂറൽ ജില്ലാ പോലീസ് മേധാവി അക്കാര്യം പോലീസിനോട് പറയുന്നുണ്ട്. അതവരുടെ ചോദ്യം ചെയ്യലിൽ അവർക്ക് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരമാണ്. അതിലൊക്കെ വ്യക്തത വരുത്തുക എന്നതാണ് പോലീസിൻ്റെ ലക്ഷ്യം. ഇന്ന് ഉച്ചയോടെയാണ് ഇത്തരത്തിൽ ഒരു വാർത്ത പുറം ലോകത്തേക്ക് എത്തുന്നത്. പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് ഇക്കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയുകയായിരുന്നു. അസ്ഥിയുമായിട്ടാണ് യുവാവ് എത്തിയത്. 2 നവജാത ശിശുക്കളെ ഇത്തരത്തിൽ കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞത്. പോലീസ് ആദ്യം ഈ മൊഴിയും അത് അങ്ങനെ കാര്യമായി എടുത്തില്ല. മദ്യലഹരിയിൽ യുവാവ് പറയുന്നു എന്നാണ് കരുതിയത്. പക്ഷേ പിന്നീട് ഇത് ആവർത്തിച്ച പശ്ചാത്തലത്തിൽ പോലീസ് അത് പരിശോധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇക്കാര്യങ്ങളിൽ പോലീസിനിപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. ഈ യുവതിയെയും യുവാവിനെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇപ്പോഴും. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, ഈ വീട്ടിൽ ആരെങ്കിലും ഇപ്പോൾ മറ്റാരെങ്കിലും താമസമുണ്ടോ വിഷ്ണു? അങ്ങനെ ഈ സംഭവത്തെക്കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ വേറെ വിഷ്ണു? ഉദ്ദേശ ഈ പ്രദേശത്ത് ഈ പോലീസ് വാർത്തകൾ വന്നതിന് ശേഷമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നു എന്നൊരു വിവരം ഈ പ്രദേശത്തുള്ള ആളുകൾക്കുള്ളത്. ഈ വീട്ടിൽ ബവിന്റെ വീട്ടുകാരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതൊരു തോടാണ്. ഈ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം ഒരു തോടാണ്. പക്ഷേ കഴിഞ്ഞ ഈ മൃതദേഹം കുഴിച്ചിടുന്ന സമയത്ത് അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല, വറ്റിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഈ കുഴിയെടുത്ത് അതിനകത്ത് കുഴിച്ചിട്ടത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി എങ്ങനെയാണ് പോലീസിന്റെ പരിശോധന എന്നുള്ളതടക്കം നോക്കേണ്ടതുണ്ട്. ഈ പ്രതിയെ ഇങ്ങോട്ടേക്ക് ബവിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. 2 ഇടങ്ങളിലും ബവിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ഈ ബവിന്റെ വീട്ടിലും അതോടൊപ്പം തന്നെ വെള്ളികുളങ്ങരയുടെ അനീഷയുടെ വീട്ടിലും 2 പേരെയും 2 ഇടങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടത് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ്. അത് വൈകും തോറും ഈ കേസിൽ തെളിവുകളുടെ സാധ്യതകളൊക്കെ കുറയും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്രയും പെട്ടെന്ന് അടിയന്തര സ്വഭാവത്തിൽ ഈ പ്രദേശത്ത് തെളിവെടുപ്പ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. ഇപ്പോൾ അതിന്റെ ഈ സ്ഥലമൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പ്രതികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത നടപടി. ഇവിടെ നിന്നുള്ള അസ്ഥിയാണ് അവിടെ നിന്ന് കുഴിച്ചെടുത്ത അസ്ഥിയാണ് ഇന്നലെ രാത്രിയോടുകൂടി ഈ ബവിൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് ഇത്തരം വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയത്. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ ചിത്രം പോലീസിന് തെളിഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ പക്കൽ കൃത്യമായ എവിഡൻസുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ, മൂന്നാമതൊരാൾക്ക് പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഈ അസ്ഥി സൂക്ഷിക്കുന്നതിനും വേണ്ടി ഏതെങ്കിലും ഉപദേശങ്ങളൊക്കെ പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ക്രൈം കമ്മിറ്റ് ചെയ്ത കാര്യം ഇവർ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ചു വരികയാണ് പോലീസ്. ഇതുവരെ 2 പ്രതികൾ മാത്രമാണ് ഉള്ളത്, അനീഷും ബവിനും. കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നു. ചാലക്കുടി ഡിവൈഎസ്പി ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വിശദമായ മൊഴിയെടുപ്പൊക്കെ പുരോഗമിക്കുകയാണ്. അനീഷയുടെ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തും. പ്രത്യേകിച്ച് ഈ 2 പ്രസവങ്ങൾ നടന്നതിന് ശേഷം ഇവർ ഏതെങ്കിലും തരത്തിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. പ്രതികൾ നൽകുന്ന മൊഴി അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ആശുപത്രിയിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും അത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. സ്വാഭാവികമായും പ്രസവം കഴിയാൻ നേരത്ത് ഒരു സ്ത്രീക്കുണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ചികിത്സ തേടിയിട്ടുണ്ടാകും. അപ്പോൾ ആ വിവരങ്ങൾ കൂടി പോലീസ് സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനീഷയെയും അതോടൊപ്പം തന്നെ ബവിനെയും ഒരുമിച്ച് എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത് അല്പസമയം ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ആ തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവമാണിത്. പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾക്കുണ്ടായ 2 കുഞ്ഞുങ്ങളെ 2 വർഷങ്ങളിലായി, ഒന്ന് 21-ലും മറ്റൊന്ന് 24-ലും, ഈ 2 കുഞ്ഞുങ്ങൾ തൽക്ഷണം മരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ കുഴിച്ചിട്ടു എന്നാണ് ബവിൻ നൽകിയ മൊഴി. പക്ഷെ പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിലാണ് രണ്ടാമത്തെ കുഞ്ഞിനെ അത് സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അനീഷ തന്നെ അക്കാര്യം പോലീസിന് മുമ്പിൽ വിശദീകരിക്കുകയായിരുന്നു. രണ്ടാമത്തെ കുഞ്ഞ് തന്റെ മുറിയിൽ വെച്ച് ഉണ്ടായ ശേഷം കുഞ്ഞ് കരഞ്ഞിരുന്നു. കരഞ്ഞ ശേഷം ഈ കുഞ്ഞിന്റെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി വായ മൂടിപ്പിടിച്ചു. അങ്ങനെ കുഞ്ഞ് ശ്വാസം കിട്ടാൻ മരിച്ചു എന്നാണ് അനീഷ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെയാണ് രണ്ടാമത്തേത് ഒരു കൊലപാതകം എന്ന നിഗമനത്തിലേക്കും പോലീസ് എത്തിയത്. പോലീസ്
പോലീസ് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകളൊക്കെ നടത്താനാണ് പോലീസിന്റെ ഉദ്ദേശം. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ തോട്ടിൽ അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ തോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നില്ല, വളരെ മണ്ണ് മൂടി കിടക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കുഴിച്ചിടാൻ തീരുമാനിച്ചത് ബവിൻ. അങ്ങനെ ഇവിടെ കുഴിച്ചിട്ടു. പക്ഷേ ഇപ്പോൾ ഇവിടെ വെള്ളം കയറി കിടക്കുകയാണ്. ഇനി ഫോറൻസിക് സംഘമൊക്കെ ഇവിടെ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും വസ്തുക്കളൊക്കെ ലഭ്യമാകുമോ എന്ന് നോക്കാൻ വേണ്ടി പരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പ്രതികളെ ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നാണ് ഇപ്പോൾ പുതുക്കാട് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ വെള്ളികുളങ്ങരയിലെ അനീഷയുടെ വീടും അതോടൊപ്പം ബവിന്റെ ഈ വീടും, ഈ രണ്ട് സ്പോട്ടുകളാണ് ക്രൈം സ്പോട്ടുകളായി പോലീസ് ഇപ്പോൾ തിരിച്ചിരിക്കുന്നത്. ഇവർ രണ്ടിടങ്ങളിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തും. അത് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി കൂടിയാണ് ഉന്മേഷം. വിഷ്ണു, ഇപ്പോൾ ഈ യുവാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത് അസ്ഥികളുമായിട്ടാണല്ലോ. അപ്പോൾ അത് എന്തിന് ശേഖരിച്ചു? അക്കാര്യങ്ങളിലൊക്കെ പോലീസിന് എന്താണ് ഈ യുവാവ് നൽകിയിരിക്കുന്ന മൊഴി? മറ്റൊന്ന്, ഇത് നേരത്തെ അവിടെ വെള്ളമില്ലാതിരുന്ന സമയത്താണ് കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ കുഴിച്ചിട്ടത്. അപ്പോൾ ഇനി അത് വീണ്ടെടുക്കുക എന്നത് ശ്രമകരമായ ഒന്നുകൂടിയാണല്ലോ. പോലീസ് എന്താണ് പറയുന്നത് വിഷ്ണു? നിലവിൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരു ശ്രമകരമായ ദൗത്യം എന്ന് തന്നെ ഒന്ന് പറയേണ്ടി വരും. കാരണം ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഈ തോട് ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. ഇവിടെ കുഴിച്ചിട്ടു എന്നാണ് ബവിൻ നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന അനീഷയുടെ വീടിന് പരിസരത്തുള്ള ആ പ്രദേശത്ത് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ലീഡുകൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വീടിനോട് ചേർന്നൊരു പറമ്പിൽ കുഴിച്ചിട്ടതാണ്. അപ്പോൾ അവിടെ പരിശോധിക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ വസ്ത്രമോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളോ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഫോറൻസിക് പരിശോധനയിൽ അത്തരം വിവരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. നിലവിൽ പോലീസിന്റെ പക്കലുള്ളത് ഇവർ പറഞ്ഞ മൊഴിയും അതോടൊപ്പം തന്നെ ഈ അസ്ഥി കഷ്ണങ്ങളും ഈ അനീഷയുടെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ച ഈ നവജാത ശിശുക്കളുടെ ഫോട്ടോയും മാത്രമാണ്. ഇതുമായി ഈ കൊലപാതകവും അതോടൊപ്പം ഈ മൃതദേഹത്തോട് അനാഥത കാണിച്ചുള്ള വകുപ്പടക്കം ചുമത്തിയ കേസിൽ പോലീസിന്റെ പക്കലുള്ള തെളിവുകൾ. ഇനി കൂടുതൽ തെളിവുകൾ സമാഹരിക്കുക എന്നുള്ളത് ഈ ഫോറൻസിക് പരിശോധനാ ഫലവും അതോടൊപ്പം മറ്റ് പരിശോധനാ ഫലങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും. സമീപ പ്രദേശത്ത് ഈ രണ്ടുപേരുടെയും വീടിന്റെ സമീപ പ്രദേശത്തെ ആളുകളെയും അവരുടെ സുഹൃത്തുക്കളെയും ഒക്കെ പോലീസ് ചോദ്യം ചെയ്യുക, അവരെ മൊഴിയെടുക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരു മൂന്നാമതൊരാളുടെ സഹായം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനേതെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവരുടെ മൊഴിയിൽ നിന്ന് ഇവരുടെ ബന്ധത്തെക്കുറിച്ച് ആളുകൾക്ക് അറിയാമെന്ന പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബന്ധുക്കൾക്കടക്കം ഇവരുടെ ബന്ധത്തെക്കുറിച്ച് അറിയാം. പക്ഷേ ആർക്കും ഇത്തരം സംഭവങ്ങൾ, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ഒന്നും ആർക്കും അറിയില്ല. ഈ ഗർഭം ധരിച്ച കാര്യങ്ങൾ പോലും ആർക്കും അറിയില്ല എന്നാണ് അനീഷയും ബവിനും പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. പക്ഷെ ആ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ അസ്ഥി സൂക്ഷിക്കുന്നതിനും അതല്ലെങ്കിൽ ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് ആരെങ്കിലുമൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അനീഷ പോലീസിന് നൽകിയ മൊഴി അനുസരിച്ച് അസ്ഥി ബവിന്റെ നിർദ്ദേശപ്രകാരമാണ് അസ്ഥി തിരിച്ച് ഏൽപ്പിച്ചത്. അത് കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വേണം എന്ന് പറഞ്ഞതാണ് ബവിൻ വാങ്ങിയതെന്നാണ് അനീഷ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ബവിൻ പോലീസിന് നൽകിയിരിക്കുന്നത് മറ്റൊരു മൊഴിയാണ്. അസ്ഥി വാങ്ങി വെക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും ഘട്ടത്തിൽ അനീഷയുടെ കുടുംബം ഈ ബന്ധത്തെ എതിർക്കുകയോ അനീഷ തന്നെ ചതിക്കുകയോ ചെയ്തെങ്കിൽ ഈ അസ്ഥി കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി ഈ വിവാഹ ബന്ധവുമായി മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ശ്രമത്തിന്റെ ഭാഗമായി ഈ അസ്ഥി വാങ്ങി സൂക്ഷിച്ചു എന്നുള്ളതാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആ മൊഴിയിലടക്കം വിശദമായ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. നിലവിൽ ഇവർ പറഞ്ഞിട്ടുള്ള പകുതി കാര്യങ്ങളൊക്കെ പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. ചില സംശയങ്ങളുള്ളത് ഈ പുറത്തു നിന്നുള്ള സഹായത്തിന്റെയും അതോടൊപ്പം വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഒരു വ്യക്തത ഇനി വരാനുള്ളത്. ഉന്മേഷം. ശരി, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അല്പ സമയത്തിനകം ഈ ഭവിനെയും അനീഷയും അവിടെ എത്തിച്ച് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തും.